ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത് കുഞ്ഞൊരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ. രാവിലെ നീച്ച് വന്ന ഉടനെ കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല, വെയിറ്റ് മെഷീനിലൊന്ന് കയറി നിൽക്കണം. എൻ്റെ വെയിറ്റ് മെഷീനാണെന്ന് വെച്ചാൽ പല സ്വഭാവമാണ് കാണിക്കുക. ഇന്നിപ്പോൾ കുറഞ്ഞിട്ടാണെങ്കിൽ നാളെ കൂടിയിട്ടാണ് കാണിക്കുക. അത് വേറെ ഒന്നുമല്ല, ഒരു ദിവസം ഫുഡ് കൺട്രോൾ ചെയ്ത് പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ട് കഴിക്കണമുണ്ട്. ഒരു ദിവസം നല്ല പോലെ ലോസ് ചെയ്തിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് പോയാൽ പിറ്റത്തെ ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. അതുപോലെ എന്താ പറയുക, ഒരാഴ്ചപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ കുറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് വെയിറ്റ് കുറഞ്ഞല്ലേ, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ അതേപോലെ ഞാൻ അടിച്ച് കെട്ട് ഫുഡ് നല്ല പോലെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്കൊന്ന് വെയിറ്റ് മെഷീനിൽ കയറി നിന്ന് നോക്കണം, കുറഞ്ഞോ കൂടിയോ എന്ന് അറിയാലോ. എത്ര ഭക്ഷണം കൂടുതൽ കഴിച്ചാലും ഞാൻ ഒന്ന് അളവൊന്ന് ക്രമീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും വെയിറ്റ് എപ്പോഴും കൂടാറില്ല കേട്ടോ. രാവിലെ നീച്ച് തൈറോയിഡിൻ്റെ ഗുളിക ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ ടീ അല്ലെങ്കിൽ ചിയാ സീഡിൻ്റെ വെള്ളം അത് നിർബന്ധമാണ് കേട്ടോ. ഇന്നിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ. ഞാൻ കടല പിന്നെ ഇപ്രാവശ്യം പരീക്ഷിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. മുന്നേ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവസാനം സക്സസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് ഞാൻ പരീക്ഷണത്തിനൊന്നും നിന്നില്ല, സാധാ പോലെ തന്നെയായിരുന്നു കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടനുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഏട്ടനെ കറി കൊടുത്താൽ ഏട്ടൻ എന്താ കറി ഇങ്ങനെയെന്ന് ചോദിച്ചു തരാം. പിന്നെ അതെനിക്കൊരു വിഷമമാണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പരീക്ഷണത്തിനൊന്നും നിൽക്കാതിരുന്നത്. എല്ലാവർക്കും പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ പിന്നെ മുരിങ്ങയില കൂട്ടാനായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പച്ചമുളക് കീറിയിട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടമുള്ളത്. എനിക്ക് പിന്നെ കോമ്പിനേഷനൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് കൂട്ടിയിട്ടും കഴിക്കും കേട്ടോ. ഇവിടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കർക്കിടക മാസത്തിലൊന്നും മുരിങ്ങയില കൂട്ടാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ വീട്ടിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ മുരിങ്ങയില. എന്താ പറയുക, ആദ്യത്തെ ദിവസം പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ അത് 7 ദിവസത്തേക്ക് പൊട്ടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇവിടെ പറയാറുണ്ട്. പക്ഷെ നമ്മളിവിടെ വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ. കർക്കിടക മാസം ആയതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് നേരത്തെ തന്നെ കുളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താണല്ലേ ഇപ്പോഴത്തെ മക്കളുടെയൊക്കെ ഒരു സുഖം. മഴ ആയതുകൊണ്ട് എത്ര ദിവസമാണല്ലേ സ്കൂളൊക്കെ മുടക്കുള്ളത്. 1-2 ദിവസമാണോ, അല്ല എത്ര ദിവസമായി, ഒരാഴ്ചയോളമായി. സനുവിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നാളെ സ്കൂളില്ല. വൈകുന്നേരമായി അവൾ ചോദിക്കും, നാളെ അമ്മയും സ്കൂളുണ്ട്. സ്കൂളില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത്ര ദിവസമൊക്കെ മുടക്കായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് മടിയാവില്ലേ? ചുമ്മാതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പിള്ളേർക്കല്ല മടി, നമ്മളെ അമ്മമാർക്കാണ്. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്താ പറയുക, രാവിലെ നല്ല മഴയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങാൻ തോന്നുന്ന സമയമാണ് ഈ നേരത്ത്. ഇവൾക്കാണെങ്കിൽ നേരത്തെ 8 മണി 8:45 ആകുമ്പോഴേക്കും പോകണം. ഇവിടെ ബസ് നേരത്തെ വരും. ആ നേരത്തൊക്കെ നീക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. നമ്മളെ അമ്മമാർക്ക് തന്നെയാണ് കേട്ടോ ഭയങ്കര മടി. ഇന്നതേ സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. സനു ആരും നെയ്ച്ചിട്ടില്ല, കുഞ്ഞാറ്റി ഒന്നും നെയ്ച്ചിട്ടില്ല കേട്ടോ. ഒരു 7:30 ടൈമാണ്. ഇത് ഏട്ടൻ വരുമ്പോൾ തലേ ദിവസം ചോളകം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് ചോളകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ നേരത്തെ തന്നെ ചോളകമൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോളകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേവറേറ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തീർന്നത് അറിയില്ല കേട്ടോ. ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല പെരുമഴ തന്നെ. ഉമ്മറത്തൊക്കെ ആകെ വെള്ളം കെട്ടി കിടക്കുന്നതായിരുന്നു. ഇത് എൻ്റെ വീടിൻ്റെ ഉമ്മറത്തു നിന്നാണ് കേട്ടോ ഞാൻ മഴ പെയ്യണത് എടുത്തിട്ടുണ്ടായിരുന്നു. വീടെന്ന് പറഞ്ഞാൽ 2 വീടും അടുത്തടുത്തായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബസ്സൊന്നും വിളിച്ച് പോകണ്ടല്ലോ. കുഞ്ഞാറ്റയുടെ ചെരുപ്പ് എന്തോ വീട്ടിലായിരുന്നു, അപ്പോൾ അത് എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. ഞങ്ങളിതാ അച്ഛനും പിള്ളേരും ഞാനും എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ അമ്പലത്തേക്ക് തൊഴാൻ പോണതാണ് കേട്ടോ. കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ ഈ മാസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് എല്ലാ അമ്പലത്തേക്കും പോവാറുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ശരീരം മാത്രം ശുദ്ധമായ പോലെ നമ്മുടെ മനസ്സും ശുദ്ധമാവണ്ടേ. ഇങ്ങനെ പറ്റുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ അമ്പലത്തേക്ക് പോവാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വെച്ചാൽ ഇവിടെ വിഷ്ണുവിൻ്റെ അമ്പലമാണ്. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ അവിടെ പോയി തൊഴാറുണ്ട്. അതുപോലെ വിശേഷമുള്ള ദിവസം സനുക്കുട്ടിയാണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലൊക്കെ മേലൊക്കെ കഴുകിയിട്ട് സ്കൂളിൽ വിട്ട് വന്ന് അങ്ങനെ തൊഴാൻ പോവാറുണ്ട് കേട്ടോ.
ഇവിടെ നമ്മുടെ അമ്പലത്തിലാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഇങ്ങനെ രാമായണം ചൊല്ലാനതും അതുപോലെ ഭഗവതി സേവ പൂജ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നും വൈകുന്നേരം ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്രസാദം നേരിച്ചോറൊക്കെ വാങ്ങിയിട്ട് വരും. സനുക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിത് ബസ്സിലാണ് കേട്ടോ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷൊർണൂർ മാരിയമ്മൻ കോവിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എപ്പോൾ പോയാലും സനു ആദ്യം ചെന്നിരിക്കുക ആ ഊഞ്ഞാലിലാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ ഊഞ്ഞാലുണ്ട്. അവിടെ എല്ലാവർക്കും ഇരിക്കാനുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലവർ പോയിരിക്കും. ഇന്നിതാ പ്രത്യേകത ഉള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. എന്താ പറയുക, മാസത്തിൽ ഇങ്ങനെ 3-ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ പ്രത്യേക പൂജയൊക്കെ നടക്കും. ഇങ്ങനെ നാരങ്ങ വിളക്ക് വയ്ക്കലും അങ്ങനെ ഒരുപാട് പൂജയൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇതാ കർക്കിടക മാസം കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇതാ ഇന്ന് സ്പെഷ്യൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 3-ാമത്തെ വെള്ളിയാഴ്ച എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അരുണേട്ടൻ അനിച്ചതാ ഇങ്ങനെ നേരെ പോവാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഏട്ടപ്പോൾ വന്നിട്ട് 2 ദിവസമായി. കൂടെ എൻ്റെ അമ്മയും അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയ്ക്കാണെച്ചാൽ പുതിയ ചെരുപ്പൊക്കെ ഇട്ടപ്പോൾ നടക്കാനിട്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കൈയൊക്കെ തട്ടി മാറ്റി അവൾ ഓടുമായിരുന്നു. എന്താ പറയുക, മഴയൊക്കെ പെയ്തിട്ട് നല്ല വഴുക്കലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. എല്ലായിടത്തും കൂടി ഓടാനിട്ടായിരുന്നു. പ്രത്യേകിച്ചും വഴുക്കലുള്ള സ്ഥലത്ത് കൂടെ നടക്കാനായിരുന്നു കേട്ടോ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നമ്മൾ വീടെത്തി കുഞ്ഞാ, വീടൊന്നും എത്തില്ല. ഇങ്ങനെ നടന്ന ബസ് പോട്ടാ കൂട്ടി നടന്നോ. ഏട്ടന് അങ്ങനെ അവിടുന്ന് ബസ് കയറിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതാ ഞങ്ങൾ അവിടുന്ന് ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോട്ടറി എപ്പോൾ എടുത്താലും എനിക്ക് ഓരോരോ എന്താ പറയുക പ്രതീക്ഷകളാണ് കേട്ടോ. ഇപ്പം അടിക്കും, ഇത്ര അടിക്കും, ഒരുപാട് അടിക്കും, അങ്ങനെ എന്തൊക്കെയോ പറയുക. ഒരുപാട് കുന്നോളം സ്വപ്നങ്ങളിരുന്ന് കാണും കേട്ടോ ഞാൻ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ. ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ കോടീശ്വരനായത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുക. ഏട്ടൻ പറയും നീ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ലോട്ടറി ഒന്നും അടിക്കാത്തതെന്നൊക്കെ പറയും കേട്ടോ. ലോട്ടറി എടുക്കൽ മാത്രമല്ല കേട്ടോ, 10 രൂപ അടിക്കാറില്ല. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചില്ലറ അങ്ങനെ 500, 1000 ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. ലോട്ടറി അടിച്ചിട്ട് എന്താണാവല്ലേ ഞാനൊന്ന് കോടീശ്വരിയാവുക. ഏട്ടൻ പോയ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട്. എന്താ പറയുക, ലേസൊക്കെ തിന്നിട്ട് ആ സങ്കടമൊക്കെ അങ്ങനെ മായ്ച്ച് കളഞ്ഞു. പിന്നെ ഇതാ വരുന്ന വഴിക്ക് എന്തൊരു ജാഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ പാലം പണിയുടെ എന്തോ പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു കേട്ടോ ജാഥ ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും ലോട്ടറി അടിച്ച് കോടീശ്വരി ആവണ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഈ വ്ളോഗ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. എന്നേലും ആവും, കോടീശ്വരി ഒന്നാവണ്ട, എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം അത്രമാത്രം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ.